വന്ദനം. എന്റെ പേര് വിഷ്ണു ശിവൻ. കരുത്തല കിഴക്ക് വശമാണ് എന്റെ വീട്. പിന്നെ 10ലും +1ലും +2 ഫുൾ A+ ഉണ്ട്. ജനതാ കവലയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അല്ല നിനക്കല്ല പഠിക്കണ്ടേ പറഞ്ഞോ. അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു നിരസാന്നിധ്യം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കമെന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ഇന്ന് ക്ലാസ്സില്ല. എന്താണ് എല്ലാവരും പോണത്? ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഈ കോളേജ് കയ്യിലടിച്ചേ. എടേ സരോജാണ്, ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഒന്ന് പോയോ? ഫീസ് അടിച്ചിട്ട് നമുക്ക് മസാല ദോശയും ചായയും കുടിക്കാം. നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ പോവാ? ഇന്ന് ക്ലാസ്സിലെ സാറേ സ്ട്രൈക്കാണ്. സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. നമ്മുടെ സമരമൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാണോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു, താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ? സാറേ, ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മണിക്ക് കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന ഓടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്കി, അപ്പൊ കൊതുക് കുത്തത്തില്ല. സാറേ നിർത്ത്, ഞങ്ങള് മുണ്ട് കൊടുക്കും. വേണ്ടി വന്നാ ബാബു വേണ്ട. പിന്നെ ഇയാൾ എന്ത് വർത്താനാണ്? ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. ബിനോയ് സി ബാബു, ഈ KK പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല. ഈ സമരം ഞാൻ അറിഞ്ഞില്ല. അടുത്ത തവണ ആവട്ടെ. സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? അല്ല, സാറിലെ നേരത്തെ തന്നിട്ട് അങ്ങോട്ട് കൊടുക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയല്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പേരെന്താ? ലൈലാസുർ. ഫുൾ നെയിം പറയേ. CK ലൈലാസുർ. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജ ഫെർണാണ്ടസ്. ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, ഉഷപ്പടിക്കണം, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? എന്നാ ഒരു 5 റൗണ്ടും കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോക്കോ. ഓക്കെ? ഇവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോ എവിടെന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോടാ. ഞാൻ പോട്ടെ. ഹായ്. ഹായ്. അന്നേരം പേഴ്സ് വന്നപ്പോ താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്ന. താങ്ക്സ്. അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞ് വാ പോവാ. നീ ഒന്നും അതെ, എന്താണ് ഒരു ശോകമുഖത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ശോകമില്ല, വാ പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെ ഉള്ളതെന്നറിയോ? തൊട്ടു ബാക്കിലല്ലേ ATM, അതിനകത്ത് ട്രൈ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ ഉണ്ട്. അത്രേ ഉള്ളൂ? ഇപ്പൊ ശരിയാക്കി തരാം. പോയി 2000 രൂപ ഉണ്ട്. കുട്ടിയുടെ കാര്യം നടക്കട്ടെ. എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാസറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. 9400452489. അത് തന്നെ. ജിപേ ഇല്ലേ? ഓ ഉണ്ട്. ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കെ, എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട എന്റെ നമ്പർ മേടിച്ചണ്ട അവള്. ആ പൈസ പോയാടല്ലോ. അത് ഗൂഗിൾ ആൻറ്റി തരും. എന്നെ നോക്കി ചിരിച്ചു. തരും തരൂന്ന് പറഞ്ഞാ തരും. തരോല്ലേ? പിന്നെ അല്ലാണ്ട്.
വെൽക്കം. എന്താ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്കിപ്പോ വേണ്ട. അമ്മേ ചേട്ടന് ഫുഡ് വേണ്ടാന്ന് ചോറിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്ക്. ഓടി, എനിക്ക് ഫുഡ് വേണം. നീ തിന്നണ്ടാ. ഞാൻ കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെക്കില്ലേ? ചോറിന് എന്താണ് കറി? തോരൻ, സാമ്പാർ, ചീരക്കറി. അയ്യേ, മൂടുപോയി. ഏത് നേരത്തൊരു റസ്ക് തീറ്റ അഴകനെ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ. ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഈ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. പൊന്നുമോളെ, നമുക്ക് നാളെ മീൻ മേടിക്കും കേട്ടോ. നീ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ ഈ കസേര ഒന്ന് നീക്കിടാൻ വേണ്ടി എണീറ്റാണ്. അടുക്കളയിൽ പോയി ഇത്തിരി അച്ചാർ എടുത്തോണ്ട് വാ. എന്തായാലും നീ എഴുന്നേറ്റതല്ലേ? അച്ചാറാ? ഞാനാ? അച്ചാറ് ഞാൻ എടുത്തുണ്ട്, നീ അവിടെ ഇരുന്ന് കഴിച്ചേ. ബാക്കിയുള്ളവർക്ക് എണീക്കാനും പാടില്ലേ? ഇതെന്താണ്? കോളേക്ക് എങ്ങോട്ടാ? കൊളയൊക്കെ കിട്ടാണ് പാപ്പ, ഒന്നും പറയാനില്ല. അതെ, ചേട്ടൻ വിളിച്ചിരുന്നു. ഇത്തവണയും ലീവ് ക്യാൻസൽ ആയിന്നാ പറഞ്ഞേ. സ്വാഭാവികം. രാജന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞാൽ വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഇത്. ഡാ കഴിച്ചിട്ട് പോടാ. മതി മതി. ലവാണ്. മിണ്ടാതെ കഴിക്കി. ഫിഫുട എല്ലാത്തിനും അപ്പോഴേ സമയമല്ലേ? പുലരും നീവിടെ നമുക്കായിതേ. പുലരും നീ നേരം മുഴുവൻ നീയേ നീയാണേ. നേരം പുലരും നീയേ നീയാണേ. പുലരും നീ നേരം മുഴുവൻ നീയേ നീയാണേ. ഇരുളും നീ നേരം പുലരും നീയേ നീയാണേ. ചെറുപുഞ്ചിരിയോടെ തുറന്നു വായിക്കൂ. ഇതിലെന്റെ പ്രണയമുണ്ട്. സ്വന്തം വാക്യം അജ്ഞാത്. അങ്ങോട്ട് പോയാനെ. മഴ തൊട നിങ്ങൾ രണ്ടരും കൂടി കൊടയൊക്കെ ചൂടി പൊക്കോളൂ. ഓക്കെടാ. അയ്യോ സോറി. സാരോ ലൈലു എവിടെ ഉണ്ട്? ലൈലു. ഹായ് സരോ. ഹായ്. ലൈലു എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയാണ്ടെന്ന് സരോയും പറഞ്ഞിരുന്നു. ലൈലു പറഞ്ഞോ? കണ്ടനാൾ നെഞ്ചിലൊരു മുള്ളുകൊണ്ടു, അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു. മിണ്ടുവാനുണ്ടായിരുന്നേറെയെന്നാകിലും പേടിയുണ്ടതിലുമേറെ. നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായതാ ചാരത്തണഞ്ഞു നിൽപ്പു. ഈ വരിക്കിടയിൽ നിന്നാർദ്രമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം.
അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ. മനസ്സിലിനി ആറാത്ത പോറലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവു മാത്രം. ഈ കാര്യത്തിൽ ഇനി വേറെ തീരുമാനമൊന്നുമില്ല. നിങ്ങൾ പിള്ളേരുടെ പ്രശ്നങ്ങൾക്ക് ഈ മാനേജ്മെന്റിന്റെ ചർച്ചകള് ഒരു തീരുമാനം ഉണ്ടാക്കണവരെ ഈ ക്യാമ്പസിൽ പഠിക്കണ്ട. അതന്നെ തീരുമാനം. എന്ത് സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണ വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും സഖാവേ. KP വത്സല മേഡം, കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ നിന്നതാണ്. ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം? ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറയണ അകത്തോട്ട് കയറിയിട്ടുണ്ട്. മാഡം, ഇനി ഇത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യും. മാഡം, മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്ക്. സാറേ ഇരിക്കെ, നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇരുന്നിട്ടൊന്നും കാര്യമില്ല KP വത്സല മേഡം. ഒളിമ്പിക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. എന്റെ പിള്ളേർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാം.